ആദാബ്. ഇന്ന് നമുക്ക് അസ്നാഫ് ഷായിരി അഥവാ ഷീരി അസ്നാഫ്, അതിലെ ഗസൽ അതുപോലെ തന്നെ ഖസീദ, ഈ രണ്ട് സിൻഫുകളെ ഒന്ന് പരിചയപ്പെടാം. गजल उर्दू शायरी की एक अहम शाख है। गजल का लुग़वी माना औरतों से बातें करना या इश्क और मोहब्बत का जिक्र करना भी है। എന്നുവെച്ചാൽ ഗസൽ ഉറുദു ഷായരിക്ക് ഏക് അഹം ഷാഖ്. നമ്മളെപ്പോഴും ഗസൽ ഗസൽ എന്ന് കേൾക്കുന്നതാണല്ലേ. ഇത് ഉറുദു ഷായരിയിലെ, ഉറുദു ഗദ്യ സാഹിത്യത്തിലെ, പദ്യ സാഹിത്യത്തിലെ ഏക് അഹം ഷാഖ്, ഒരു അഹം ശാഖയാണ്, ഏക് അഹം സിൻഫ്. ഗസൽ കാ ലോകവി മാന, എന്താണ് ഗസൽ എന്ന് പറഞ്ഞാല്? गजल का लुग़वी माना, लुग़वी माना लुगत में जो माना दिया जाता है और उसको लुग़वी माना कहती है. അഥവാ ഡിക്ഷണറിയിൽ എന്താണോ അർത്ഥം കൊടുക്കുന്നത് അതിന്റെ പേരാണ് എന്ത്? ലुग़वी माना എന്ന്. गजल का लुग़वी माना औरतों से बातें करना, സ്ത്രീകളോട് സംസാരിക്കുക. ഇഷ്ക് മുഹബ്ബത്ത് കാ സിക്കർ കർന, പ്രണയ സംബന്ധമായിട്ടുള്ള സംസാരങ്ങൾ, സല്ലാപം, ഇതൊക്കെയാണ് പ്രണയ സല്ലാപം എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ औरतों से बातें करना, औरतों के बारे में बातें करना, हुस्न मोहब्बत की बातें करना, ഇതൊക്കെയാണ് എന്ത്? ഗസൽ കാ ലുഗവി മാന, അഥവാ ഡിക്ഷണറി നോക്കുമ്പോൾ കാണുന്ന ഗസൽ എന്നുള്ളതിന്റെ മീനിങ് അതാണ്. ഇസ്തിലാഹ്, എന്നാൽ സാങ്കേതികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ടെക്നിക്കലി എന്താണ് ഗസൽ എന്ന് ചോദിച്ചാൽ, गजल में ऐसे अशार, गजल ऐसे अशार को कहते हैं जिसमें इश्क और मोहब्बत, हुस्न व जमाल और महबूब का तस्करा हो. അതെന്താണ്? അത് ഇങ്ങനെയുള്ള അഷാറുകളാണ് ജിസ്മെ ഹുസ്നു വ ഇഷ്ക്, ഇഷ്ക് മുഹബത്ത്, അതിന് ഇഷ്ക് മുഹബത്തിന്റെ വിഷയമായിരിക്കും. ഹുസ്നു വ ജമാൽ, ബ്യൂട്ടി, കുറിച്ച് അങ്ങനെയുള്ള വർണ്ണനകൾ, കാര്യങ്ങൾ ഇത്. പിന്നെ മഹബൂബ് ക തസ്കിറ, മഹബൂബിനെ കുറിച്ച് കൊണ്ടുള്ള വർണ്ണന, അവരെ കുറിച്ച് കൊണ്ടുള്ള പറച്ചിൽ, പരാമർശങ്ങൾ. इन सब का जिक्र आमतौर पे गजल में होता है. ये इस्तिलाही माना है. गजल ऐसे अशार को कहते हैं जिसमें इश्क और मोहब्बत, हुस्न व जमाल, महबूब का तस्करा हो. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹിജ്ർ व फिराक, आंसू, शबनम, वफा और जफा, गुल व बुलबुल, सुबह व शाम वगैरह गजल के चंद अहम मौज़ूआत है. അപ്പൊ ഈ ഗസലിൽ നമ്മൾ കാണുന്ന പല വിഷയങ്ങളാണിത്. ഹിജ്ർ व ഫിറാഖ്, ഫിറാഖ് എന്ന് പറഞ്ഞാൽ ജുദായി എന്നുള്ളത്, അപ്പോ വിരഹം. അതുപോലെ തന്നെ ആസു, ആസു പറഞ്ഞാൽ കണ്ണുനീര്. ഷബനം, ഷബനം എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളികള്. വഫ ഓർ ജഫ, വഫ എന്ന് പറഞ്ഞാൽ വിശ്വാസത, ജഫ എന്ന് പറഞ്ഞാൽ ദിലേരി. അപ്പോ ധൈര്യം, അതുപോലെ വിശ്വാസ്യത, കൂറ്. ഗുൽ ബുൽബുൽ, പൂവും അതുപോലെ തന്നെ കുരുവികളും, അല്ലെങ്കിൽ എന്താണ് എന്ന് വെച്ചാൽ കുരുവികൾ എന്ന് പറയാം, അല്ലെങ്കിൽ മൈന എന്ന് പറയാം, എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വാനമ്പാടികള്, പക്ഷികൾ എന്ന് വെച്ചാൽ അങ്ങനെ രാഗങ്ങള്, പൂവുകള്. അപ്പോ സുബവശ എന്ന് വെച്ചാൽ പ്രഭാതവും പ്രദോഷവും, എന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരവും, അപ്പൊ സായാഹ്നങ്ങളും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മനോഹരമായിട്ടുള്ള വർണ്ണനകൾക്കും കാര്യങ്ങൾക്കും ഒക്കെയുള്ള ഒരു സ്കോപ്പുള്ള, സാധ്യതയുള്ള ഒരു സിൻഫാണിത് ഗസൽ എന്നുള്ളത്. ഇതൊക്കെ ഗസലിലെ അഹം മൗസുആത്ത് ബി ഹെ. ആം തൗർ പർ ഗസൽ കാ ഹർ ഷേർ, അപ്പോ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ല, कोई भी मौजू गजल में पेश कर सकते हैं, लेकिन आम तौर पर इश्क व मोहब्बत, हुस्न व जमाल, महबूब का तज़किरा, हिज्र व फिराक, आंसू, शबनम, जफा, वफा जफा, गुल व बुलबुल, सुबह व शाम की बातें ये होते हैं. आम तौर पर गजल का हर शेर दूसरे शेर से माना और मौजू के एतबार से मुकम्मल और दूसरे से जुदा गाना होता है. ആം തൗർപ്പ, ഇനിയിപ്പോ സൂഫിസവുമാവാം, എന്തുമാവാം, ഗസൽ ഇന്നതേ പാടുള്ളൂ എന്നൊന്നുമില്ല, പൊതുവെ കാണപ്പെടാറുള്ള മൗസൂകളാണ് ഇവിടെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം. ആം തൗർപ്പ ഗസൽ കാ ഹർ ഷീർ, സാധാരണഗതിയിൽ ഗസലിലെ ഒരു ഷീർ എന്ന് പറഞ്ഞാൽ ദോ മിസ്ര അല്ലേ, അകലെ ദൂസരെ ഷീർ സെ, അകലെ दोनों मिसरों से, माना और मौजू के एतबार से, मानवी तौर पर या मौजू के एतबार से, അർത്ഥ സംബന്ധമായിട്ടോ വിഷയ സംബന്ധമായിട്ടോ
मुकम्मल और दूसरे से जुदा गाना होते हैं। मिसल एक एक शेर जिसमें मानवी एतबार से एक मुकम्मल होती है, एक मुकम्मल इकाई होती है। ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ അതിൽ ആശയ സംബന്ധമായിട്ട് അർത്ഥസംബന്ധമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണ യൂണിറ്റ് തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഗസലിലെ ഓരോ ഷെയറും. അതേസമയം തന്നെ തൊട്ടടുത്തുള്ള ഷെയറുമായിട്ട് ജുദാഗാന എന്നുവെച്ചാൽ വ്യത്യസ്ത വിഷയങ്ങളായിരിക്കും അടുത്ത ഷെയറിൽ അവതരിപ്പിക്കുന്നത്. അതിന് യാതൊരു നിർബന്ധവുമില്ല ആദ്യത്തെ ഷെയറുമായിട്ട് അർത്ഥസംബന്ധമായിട്ട് മാനവീയ എത്തിബാർസെ മതർബിക്ക് എത്തിബാർസെ ജുഡാഹോ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. വ്യത്യസ്തമാവാറാണ് സാധാരണ. ഇനി हर एक शेर में एक मुकम्मल ख्याल को पेश किया जाता है. ഓരോ ഷീറിലും അതോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓരോ ഷീറിലും ഏക് മുക്കമ്മൽ ഖയാൽ ഒരു കംപ്ലീറ്റ് ആശയം തന്നെ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും. इसीलिए शायर इजाज व इख्तिसार से यानी बहुत कम अल्फाज में बड़ी बड़ी बात कहने की कोशिश करते हैं. അതുകൊണ്ട് തന്നെയാണ് ഷായറിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളി കൂടിയാണിത്. ഒരൊറ്റ ഷീറിലായിട്ട് രണ്ട് വരിയിലായിട്ട് ഒരു ഈരടിയിലായിട്ട് ആശയങ്ങളെ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. അപ്പൊ ഷായർ എന്ത് ചെയ്യും? ഉസ്കേലിയെ ഷായർ അവതരിപ്പിക്കുമ്പോഴാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഈജാസ് ഇഖ്തിസാർ സെ മുഖ്തസർ തൗർ പർ എന്ത് ചെയ്യുന്നു? മുഖ്തസർ करने की कोशिश करते हैं. यानी कम से कम अल्फाज में बड़े सी बड़ी बात करने की कोशिश करते हैं. വലിയ വലിയ കാര്യങ്ങൾ ആശയങ്ങൾ അവതരിപ്പിക്കാൻ കുറഞ്ഞ വാക്കുകളിലൂടെ കോശിഷ് करते हैं. അപ്പോ അതിനുവേണ്ടി എന്തൊക്കെ ഉപയോഗപ്പെടുത്താം? उसके लिए शायर उसके लिए शायर ഗസൽ മേ അലാമാത്തുകൾ എന്ന് വെച്ചാൽ സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇസ്തിയാറ നിരൂപണ, എന്താണ് തഷ്ബീഹ് വർണ്ണനയും, അതുപോലെ ഒന്നിനെ മറ്റൊന്നുമായിട്ട് തഷ്ബീഹ് ചെയ്യുക, ഉപമിക്കുക, ഇസ്തിയാർ വർണ്ണിക്കുക, ഇന്നതാണെന്ന് പറയുക. തൽമീഹുകള് എന്ന് വെച്ചാല് തൽമീഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചരിത്രപരമോ അല്ലെങ്കിൽ മതപരമോ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വെളിച്ചമോതുന്ന സൂചകങ്ങളാണ് വാക്കുകൾ എന്നറിയാം. അപ്പോ ജയ്സെ സനത്തോക്ക ഇസ്തേമാൽ ബി കർത്തെ ഹെ. അപ്പൊ ഇങ്ങനെയുള്ള സന്നത്തുകൾ എന്നാണ് തന്നെ പറയാം. അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു ആലങ്കാരികമായിട്ടുള്ള കാര്യങ്ങളിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നു കവി തന്റെ കവിതയെ മനോഹരമാക്കുവാനും ആശയസമ്പുഷ്ടമാക്കുവാനും. यानी अपनी अशार को बेहतर बनाने के लिए, खूबसूरत बनाने के लिए और मानवी एतबार से और जोर बनाने के लिए शायर अलामात, इस्तियारा, तशबीह, तलमीह वगैरह का इस्तेमाल करते हैं. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഗസൽ का हर शेर अपने आप में एक मुकम्मल इकाई होती है. ഗസലിലെ ഓരോ ഷെയറും അർത്ഥസംബന്ധമായിട്ട് നോക്കുമ്പോൾ, ആശയസംബന്ധമായിട്ട് നോക്കുമ്പോൾ ഒരു മുക്കമ്മൽ, ഒരു കംപ്ലീറ്റ്, ഒരു യൂണിറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ ആക്ട് ചെയ്യുന്ന നമുക്ക് മനസ്സിലാകും. അപ്പം പിന്നെ അടുത്തതുമായിട്ട് എന്താണ് കണക്ഷൻ ഉള്ളത് നമുക്ക് നോക്കാം. ഗസൽ മേ തസൽസുൽ കെ സാത്ത് ഖയാലാത് ഭി പേഷ് കിയാ ജാ സക്താ ഹൈ. ഇതുവരെ പറഞ്ഞ നേരെ ഒരു വിപരീതമായിട്ടുള്ള ചെറിയൊരു മാറ്റമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ് ഒരു ഷീറിന് അടുത്ത ഷീറുമായിട്ട് അർത്ഥപരമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവണം എന്നില്ല, ഒരു കംപ്ലീറ്റ് യൂണിറ്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി പറയാൻ പോകുന്നത് നേരെ തിരിച്ചുള്ള വേറൊരു കാര്യമാണ്. ഗസൽ മേ തസൽസുൽ കെ സാത്ത് ഭി ഖയാലാത് പേഷ് കിയാ ജാ സക്താ ഹൈ. എന്നാൽ ഗസലിൽ ഇങ്ങനെ തസൽസുൽ ഉണ്ടായാലോ, കണക്ഷൻ ഉണ്ടായാലോ ആശയ സംബന്ധമായിട്ട്, അതൊരു തെറ്റൊന്നുമല്ല. ഗസൽ മേ തസൽസുൽ കെ സാത്ത് ഭി കണക്ഷൻ, ആശയ സംബന്ധമായുള്ള കണക്ഷനോട് കൂടിയും എന്ത് ചെയ്യാം? ഖയാലാത്ത് പേഷ് കിയാ ജാ സക്താ ഹൈ, പേഷ് കർ സക്തേ ഹൈ, അവതരിപ്പിക്കാം. അല്ലാമ ഇക്ബാൽ കി അക്സർ ഗസലെ മുസൽസിൽ ഹൈ. നമുക്ക് നോക്കുകയാണെന്ന് മനസ്സിലാകുന്നത് അല്ലാമ ഇക്ബാൽ കി അക്സർ ഗസലെ, മിക്ക ഗസലുകൾ എന്താണ്? ഗസലെ മുസൽസിൽ. അപ്പോ ഉസ് ഗസലെ മുസൽസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയ സംബന്ധമായിട്ട് ഒരു ഷീറിന് അടുത്ത ഷീറുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണിത് മുസൽസിൽ, കണക്ഷൻ. അപ്പൊ ഗസൽ ഗസൽ മുസൽസിൽ कहते हैं. गजल के हर शेर में रदीफ और काफिये की पाबंदी की जाती है.
കാര്യങ്ങൾ വളരെ സംഗ്രഹിച്ചുകൊണ്ട് അവതരിപ്പിച്ചാൽ മാത്രം പോരാ. സിയാറാത്ത്, അലാമാത്ത്, തഷ്ബീഹ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം പോരാ. കവിക്ക് എന്തിന്റെ കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട്? ഗസൽ के हर शेर में ഓരോ ഷെയറിൽ എന്തുണ്ടാകും? റദീഫ് ഓർ കാഫി की पाबंदी भी की जाती है. അപ്പം ഇവിടെ നമ്മൾ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു അല്ലെ? റദീഫ് എന്താണ്, കാഫി എന്താണ്? അപ്പൊ ഈ റദീഫും കാഫി ഉണ്ടായിരിക്കണം, അതും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ റദീഫ് എന്ന് പറഞ്ഞാല്, കാഫി എന്ന് പറഞ്ഞാല്. ഗസൽ के हर शेर में रदीफ से पहले इस्तेमाल होने वाले हम आवाज अल्फाज को काफिया कहते हैं. എന്താ പറഞ്ഞ ഇവിടെ? ഗസൽ के हर शेर में, ഗസലിലെ ഓരോ ഷീറിലും അഥവാ ഓരോ ഈരടിയിലും റദീഫ് സെ പഹലെ ഇസ്തിമാൽ ഹോനെ വാലെ, റദീഫിന് മുമ്പായിട്ട് വരുന്ന ഹം ആവാസ് അൽഫാസ് കോ, റൈമിംഗ് വേർഡ്സിന് പറയുന്ന പേരാണ് എന്ത്? കാഫിയ എന്ന്. മിസാൽ के तौर पर ഒരു ഉദാഹരണമായിട്ട് പറയുന്നേ, ദിലെ നാദാൻ തുജേ ഹുവാ ക്യാ ഹെ, ആഖിറസ് ദർദ് കി ദവാ ക്യാ ഹെ. അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു ഷീർ, ഇതൊരു ഷീറാണല്ലോ, രണ്ട് മിസ്രയാണല്ലോ. ദിലെ നാദാൻ തുജേ ഹുവാ ക്യാ ഹെ ഒരു മിസ്ര, ആഖിറസ് ദർദ് കി ദവാ ക്യാ ഹെ दूसरा मिसरा. अब ये दोनों मिलकर एक शेर बनता है. इस शेर में നോക്കാൻ മനസ്സിലാകുന്നത് ദിലെ നാദാൻ തുജേ ഹുവാ, അതുപോലെ തന്നെ ആഖിറസ് ദർദ് കി ദവാ, ഹുവാ ദവ എന്നുള്ള എന്താണ്? ഹം കാഫിയ ഹെ, റൈമിംഗ് വേർഡ്സ് ആണ്. ഇതിനെ നമ്മൾ എന്ത് പറയാ? കാഫി എന്ന് പറയാം. അപ്പൊ അതിനുശേഷം പിന്നെ അവിടെ ഉണ്ടല്ലോ ക്യാ ഹെ, ഇപ്പുറത്തുണ്ടല്ലോ ക്യാ ഹെ എന്ന്. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. റദീഫ് काफिया के फौरन बाद बार बार आने वाले लफ्ज़ या अल्फाज को रदीफ कहते हैं. അപ്പൊ നമ്മൾ ഹുവാ ദവ എന്നുള്ളത് റദീഫാണ്, കാഫിയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം വരുന്ന വാക്ക് എന്താണ്? ക്യാ ഹെ. പുറത്തെന്താ വരുന്നത്? അതും ക്യാ ഹെ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സ് ആണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ബാർ ബാർ ആനെ വാലെ ലഫ്സ് അൽഫാസ് കോ റദീഫ് कहते हैं. ഇനി മന്ത്രിച്ച ബാല ഷീറിനെ, ഇപ്പൊ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഷീർ എന്ന് പറഞ്ഞാൽ ദിലെ നാദാൻ തുജേ ഹുവാ ക്യാ ഹെ ആഖിറസ് ദർദ് കി ദവാ ക്യാ ഹെ, ഇസ്മേ ക്യാ ഹെ റദീഫ് ഹെ. അപ്പൊ ഇതാണ് എന്ത്? റദീഫ്. എന്ത്? ക്യാ ഹെ എന്നുള്ളത്. അപ്പൊ ഇത് ഇനി നമ്മൾ ഒരു ഷീറിന്റെ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ഷീറിലെ രണ്ട് മിസ്രയിലും റദീഫും കാഫിയും വേണമെന്നില്ല. അടുത്ത ഷീറിലെ രണ്ടാമത്തെ മിസ്രയിൽ മാത്രം മതി. അഥവാ ഒരു ഷീറിലെ രണ്ടാമത്തെ വരിയിൽ മാത്രം എന്തുണ്ടായാൽ മതി? കാഫിയ റദീഫ് സിസ്റ്റം ഉണ്ടായാൽ മതി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാണും ഗസലിലെ ഫസ്റ്റത്തേലുണ്ട്, സെക്കൻഡത്തെ മിസ്രയിലുണ്ട്, തേർഡിലില്ല, ഫോർത്തിലുണ്ട്, ഫിഫ്തിലില്ല, സിക്സ്തിലുണ്ട്. അങ്ങനെ നോക്കാം നമുക്ക് ഓഡ് നമ്പേഴ്സിലൊന്നും കാണൂല ഫസ്റ്റത്തേലില്ലാതെ, ഈവനിലൊക്കെ നമുക്ക് കാണും ചെയ്യും. അപ്പൊ അതാണ് അതിന്റെ ഒരു സിസ്റ്റം. ഇനി അടുത്ത് നോക്കാം. गजल में 5 से लेकर 17 तक अशार हो सकते हैं. അപ്പൊ ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ ഗസൽ മേ 5 से लेकर 5 മുതൽ 17 तक अशार हो सकते हैं, 17 വരെ ഷീറുകൾ ഉണ്ടാവാറുണ്ട്. 5 ഷീർ ഉണ്ടാവാറുണ്ട്. ഏതുവരെ ഉണ്ടാവാറുണ്ട്? 17 വരെയും ഉണ്ടാവാറുണ്ട്. അപ്പോ ഗസൽ के पहले शेर को मतला कहते हैं. ഗസലിന്റെ ആദ്യത്തെ ഷീർ, അത് നമ്മൾ പ്രത്യേകത പറഞ്ഞ എന്താണ്? उसके दोनों मिसरों में हम काफिया और हम रदीफ होते हैं എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ അതില് എന്താണ്? അതിലുള്ള ആദ്യത്തെ രണ്ട് ലൈൻസിലും രണ്ട് വരിയിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? രണ്ടിലും റദീഫ് ഓർ കാഫിയ, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഷീറിന് പറയുന്നത് മത്ല. മത്ല മീൻസ് ഇൻട്രൊഡക്ഷൻ, തുടക്കം എന്നുള്ളതാണ്. അപ്പൊ തുലൂഹോന എന്നുള്ളതാണ്. അപ്പൊ ഗസൽ के पहले शेर को मतला कहते हैं जिसके दोनों मिसरे हम काफिया और हम रदीफ होते हैं. अगर गजल का दूसरा शेर भी हम काफिया और हम रदीफ हो तो बाय द वे गजल का दूसरा शेर भी. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റത്തെ ഈ ഒരു മത്ലാന്റെ കാര്യം പറഞ്ഞല്ലേ, അതിന് ശേഷമുള്ള രണ്ട് മിസ്രകളും അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ, അഥവാ ദൂസറ ഷീർ ബി ഹം കാഫിയ ഓർ ഹം റദീഫോ, അതിലും രണ്ട് മിസ്രയിലും ഫസ്റ്റിലും സെക്കൻഡിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ഷീർ കഴിഞ്ഞു, പോട്ടെ. ഇനി അടുത്ത ഷീറില് അതിലെ രണ്ട് മിസ്രയിലും ഹം കാഫിയും ഹം റദീഫും ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ
അപ്പൊ നമ്മൾ അതിന് എന്ത് പേര് കൊടുക്കുക? ഹുസ്ന മത്ല യാ മത്ല സാനി കഹാ ജാതാ ഹെ. ഹുസ്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടി. മത്ല എന്ന് പറഞ്ഞാൽ മത്രക്ക് ഒന്നുകൂടി ബ്യൂട്ടി നൽകുന്നതാണ്. നിർബന്ധമില്ല. നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഷെയറിന് ഒന്നുകൂടി ഒരു ഭംഗി കൊടുക്കുന്നതാണ് ഇത് ഹുസ്നെ മത്ല. അല്ലെങ്കിൽ അതിന് പറയുന്നത് മത്ല സാനി, രണ്ടാമത്തെ മത്ല എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ചോദിച്ചാൽ ഹുസ്നെ മത്ല യാ മത്ല സാനി കിസ്സെ കാത്തെ ഹെ ചോദിച്ചേക്കാം. റദീഫ് കിസ്സെ കാത്തെ ഹെ, ഖാഫിയ കിസ്സെ കാത്തെ ഹെ, മത്ല കിസ്സെ കാത്തെ ഹെ, ഇതൊക്കെ വരാം. ഇനി അടുത്തെന്ന് പറയാണ് ഗസൽ കാ ആഖിരി ഷേർ जिसमें शायर अपना तखल्लुस यानी कलमी नाम या मुख्तसर नाम भी इस्तेमाल किया जाता है उसको मक्ता कहते हैं. അപ്പൊ ഇനി അടുത്ത് പറയുന്നത് ഫസ്റ്റത്തെ ഷെയറിന്റെ കാര്യമാണ് പറഞ്ഞത്, പിന്നെ സെക്കൻഡത്തെ ഷെയറിന്റെ കാര്യം പറഞ്ഞു, ഇനിയിപ്പോ ലാസ്റ്റ് ഷെയറിന്റെ കാര്യം പറയാണ്. ഗസൽ का आखिरी शेर जिसमें शायर പോയറ്റ് എന്ത് ചെയ്യുന്നു? അപ്പന തഖല്ലുസ്, തഖല്ലുസ് क्या है? കലമി നാം, പെൻ നെയിം അല്ലേ? वो भी इस्तेमाल किया जाता है. അപ്പോ ഉദാഹരണമായിട്ട് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, അയാളുടെ ഷോർട്ട് ഫോം ആയിട്ട് ഉപയോഗിക്കണം എന്ത്? ഇക്ബാൽ. പിന്നെ അസദുല്ലാ ഖാൻ ഗാലിബ്, അതിന് ഉപയോഗിക്കുന്ന പേരാണ് എന്ത്? ഗാലിബ്. അതുപോലെ മീർ മുഹമ്മദ് തക്കി മീർ അല്ലേ? അപ്പൊ അതിന് മീർ തക്കി മീർ ഉപയോഗിക്കുന്ന പേരാണ് മീർ എന്നുള്ളത്. ഇതുപോലെ ദർദ്, മുസ്തഫി, അങ്ങനെ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പൊ ഇവരുടെ കലമീന അത് എവിടെ ഉണ്ടാകും? ഗസൽ കെ ആഖിരി ഷേർ ജിസ്മേ ഷായർ അപ്ന തഖല്ലുസ് भी इस्तेमाल किया जाता है. ആഖിരി ഷേറിൽ ഷായർ തന്റെ തഖല്ലുസും കൂടി കൊണ്ടുവരും. അപ്പൊ അങ്ങനെ വരുന്ന ഷേറിന് പറയുന്ന പേരാണെന്ത്? മക്ത. മക്ത കഥ പോലെ മുറിഞ്ഞു പോവുക, അതോടുകൂടി എൻഡിങ് ആണ്. ഗസൽ കെ സബ്സെ ബെഹ്തരീൻ ഷേർ പോ. അപ്പൊ ഒരു ടെക്നിക്കലി കാര്യം പറഞ്ഞു കഴിഞ്ഞു, മക്ത എന്താണ്, മത്ര എന്താണ് എന്നുള്ളത്, ഹുസ്നി മത്ര എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊന്ന് പറയാനത് ഗസൽ കെ സബ്സെ ബെഹ്തരീൻ ഷേർ പോ. ഒരു ഗസൽ ഉണ്ട്, ആ ഗസൽ ഏറ്റവും നല്ല ഷേറിന് പറയുന്ന പേരാണ് എന്ത്? ബൈത്തുൽ ഗസൽ. ആ ഗസലിന്റെ ഒരു ബൈത്ത് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഷാഹി ബൈത്ത്. ഷാഹ് എന്ന് പറഞ്ഞ രാജാവ് എന്നല്ലേ. അപ്പൊ ഒരു ബൈത്തിലെ രാജാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല. ഗസൽ കെ സബ്സെ ബെഹ്തരീൻ ഷേർ കോ ഷാഹെ ബൈത്ത് കഹത്തെ ഹെ. ഇതാണ് നമ്മൾ ഗസലിനെ കുറിച്ചുകൊണ്ടുള്ള അതിന്റെ നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന ഘടകങ്ങള് ഗസലിലെ. അപ്പോ ഗസലിനെ കുറിച്ചുള്ള ചിലപ്പോൾ ഒരു മുഖ്തസർ നോട്ട് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചേക്കാം മറ്റു ഗസൽ ഷായർമാരെ കുറിച്ചുകൊണ്ട് എഴുതാൻ അവരുടെ ഗസൽ ഷായരി ഇപ്പം നോട്ടിലേക്ക്. അപ്പോഴും നിങ്ങൾക്ക് ഗസലിനെ കുറിച്ചുകൊണ്ട് ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ഗസലിനെ കുറിച്ചുകൊണ്ട് എഴുതാം, അതിനുശേഷം മറ്റത് എഴുതാം. ഇനി അടുത്ത് നോക്കാം ഖസീദ. इनी मटर उर्दू की एक और अहम सिंफ है कसीदा, यानी मसनवी होगी और इसी तरह कसीदा हो गया, गजल होगी और इसी तरह अब हम लोग बात कर रहे हैं कसीदा पर. लफ्ज कसीदा अरबी लफ्ज क़स्द से बना है. ഇനി ഇവിടെയും പറയുന്നത് എന്താണ്? ഖസ്ദ് എന്നുള്ള അറബി ലഫ്സ് ഖസീദ എന്നുള്ള വാക്കുണ്ടായിരുന്നു. നമ്മൾ പറയാറുണ്ട് ഒരാളെ കുറിച്ചോട്ട് പുകഴ്ത്തി പറയുന്നതിനൊക്കെ നമ്മൾ എന്താ പറയും? ഖസീദ പാടുന്ന അറിയില്ലേ? പിന്നെ മറ്റൊരു പരിചയം ഒക്കെ ഉണ്ട്, ഖസീദത്തുൽ ബുർദ. അപ്പൊ അതൊക്കെ ഖസീദകളാണ്. അതുപോലെ തന്നെ അറബി മലയാളത്തിൽ ഇഷ്ടം പോലെ ഖസീദകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ മദ്ഹ് ഗാനങ്ങൾ നമ്മൾ പറയില്ലേ, അതൊക്കെ ഖസീദ എന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കാം. ലഫ്സ് ഖസീദ അറബി ലഫ്സ് ഖസ്ദ് സേ ബനാ ഹെ. ഖസ്ദ് അത് നിന്നാണ് ഖസീദ ഉണ്ടായത്. ഖസീദ ഉസ് അസ്നാഫ് സുഖൻ കോ कहते हैं जिसमें किसी की तारीफ या बुराई बयान किया जाए. ഇവിടെ എന്താ പറഞ്ഞത്? ഖസീദ എന്നുള്ളത് ഉസ് അസ്നാഫ് സുഖൻ കോ, ഉസ് അസ്നാഫ് ഷായരി കോ, സിൻഫ് ഷായരി കോ कहते हैं. ഇങ്ങനെയുള്ള ഷായരിയുടെ ഒരു സിൻഫിനാണ് പറയുന്നത്. അതിന് എന്താ ഉണ്ടാവുക? ജിസ്മേ കിസി കി താരീഫ്, ആരെങ്കിലും കുറിച്ചുകൊണ്ടുള്ള താരീഫ്, പ്രശംസ അല്ലേ? അല്ലെങ്കിലോ ഈ ബുരായി ബയാൻ ചെയ്യാ, അല്ലെങ്കിൽ അവരെ കുറിച്ചുകൊണ്ട് ഇകഴ്ത്തി പറയുന്നതിനാണ് എന്ത് പറയാ? ഖസീദ എന്ന് പറയും. ഒന്നിൽ പൊക്കി പറയാ അല്ലെങ്കിൽ ഇകഴ്ത്തി പറയാ, അത് രണ്ടിനെ എന്ത് പറയും? ഖസീദ എന്ന് പറയും. നോക്കാം. तारीफी कसीदा को मदहिया और बुराई बयान करने वाले कसीदे को हजविया कहते हैं. അപ്പൊ അതിന് ഒന്നുകൂടി പേര് കൊടുത്തു മാത്രം. എങ്ങനെ? മദ്ഹിയ ഖസീദയും ഹജ്വിയ ഖസീദ എന്നും. ഈ മദ്ഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ഹ് പറയുന്നത് അല്ലെ, പുകഴ്ത്തി പറയുന്നത്. അപ്പൊ താരീഫ് ഖസീദ यानी किसी की जो तारीफ में मदह में जो कसीदा लिखे जाते हो उसको मदहिയ ഖസീദ. और किसी की बुराई, തിന്മ വിവരിക്കുന്നതാണ്, മോശപ്പെടുത്തുന്നതാണ്, കുറ്റപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ उसको
അങ്ങനെയുള്ള ഖസീദക്ക് പറയുന്ന പേരാണ് ഹജ്വിയ. ഹജ് എന്ന് പറഞ്ഞാൽ ഷിക്കായത്ത്, ഒരാളെ കുറിച്ചുള്ള പരാതി പറയും, ചീത്ത പറയാൻ നമുക്ക് അങ്ങനെ എഴുതി കാണിക്കൽ. इस तरह के कसीदे को हजविया कसीदा कहते हैं। कसीदे में भी गजल की तरह मकला और मक्ता भी होते हैं. നമ്മൾ നേരത്തെ ഗസലിന്റെ കാര്യം പറഞ്ഞു, മത്തയുടെ കാര്യം പറഞ്ഞു, മക്തയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇവിടെയും പറയണത് ഖസീദയിലും എന്തുണ്ടാവാറുണ്ട്, ഗസൽ കി തര, ഗസലിനെ പോലെ തന്നെ മത്ല ഓർ മക്ത ബി ഹോത്തെ ഹേ, ഗസലിനെ പോലെ തന്നെ മത്ലയും മക്തയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ ഒരു സംഭവം, ഒരു ഗസല് അത് ഗസലല്ല എന്നുണ്ടെങ്കിൽ, ഒരു ഗസല് പക്ഷെ അതെന്ത് ചെയ്തില്ല, പൂർണ്ണമായിട്ട് ഗസലെന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഏറ്റവും അടുത്തിട്ട് ഗസൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സിൻഫ് ഏതാണ്? ഒരു ഗസൽ അടുത്ത് നിൽക്കുന്ന സിൻഫ് പിന്നെ ഏത് സിൻഫുമായിട്ടാണ് അത് അടുത്ത് നിൽക്കുന്നത്? ഖസീദയുമായിട്ടാണ്. അപ്പോ ഖസീദ ഓർ ഗസൽ ദോനോമേ ഏക് ഖാസ് ഫർഖ് ഹേ. നമ്മൾ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗസൽ മേ മസ്മൂൻ കി കോയി പാബന്ദി നഹി ഹോത്തി ഹേ. ഗസലില് ഇന്ന വിഷയത്തിൽ എഴുതാൻ പാടുള്ളൂ എന്നുള്ള യാതൊരു കണ്ടീഷനും ഇല്ല, ഓപ്പൺ ആണ്, ഏത് വിഷയത്തെയും കുറിച്ചുകൊണ്ട് എഴുതാം. ആശയങ്ങൾ എന്ത് ചെയ്യാം, വ്യത്യസ്തമാകാം ഓരോ ഷിയറിലും. लेकिन कसीदे में एक खास किस्म के मौजून को मौजू सुखन बनाया जाता है. लेकिन कसीद इस तरह नहीं है. कसीद ഇതുപോലെയല്ല. കസീദയിൽ എന്ത് ചെയ്യും, एक खास किस्म के मजमून को, ഒരു പ്രത്യേക ഇനം വിഷയങ്ങളായിരിക്കും അതിനെന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്. മൗസു സുഖൻ മീൻസ് ചർച്ച ചെയ്യപ്പെടുന്നത്, കവിതവൽക്കരിക്കപ്പെടുന്നത്, കവിതയാക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ എന്തായിരിക്കും, കിസിക്ക് മദ് യാ ബുരായി എന്നുള്ളതാണല്ലോ. മിക്കവാറും വ്യക്തികളായിരിക്കും. ഇനി അടുത്ത് നോക്കാം. നസ്മ की तरह ഖസീദെ में भी ഖയാലാത്ത് व मज़ामीन मरबूत और मुसलसल होते हैं. ഇനി അടുത്ത ഡിഫറൻസ് ആണ് പറയുന്നത്. നസ്മ की तरह, നസ്മിനെ പോലെ ഖസീദെ में भी, ഖസീദയിലും ഖയാലാത്ത് व मज़ामीൻ, തോട്ട്സ് അല്ലെങ്കിൽ എന്താണ്, ടോപ്പിക്സ്, വിഷയങ്ങള്, മർബൂത്ത് മുസൽസൽ ഹോത്തെ ഹേ. നമ്മൾ ഗസലില് പറഞ്ഞത് ജുദാഖാന ഹോത്തെ ഹേ, ഒരു ഷെയറും അടുത്ത ഷെയറുമായിട്ട് ആശയപരമായിട്ട് വ്യത്യസ്തമായിരിക്കും പറഞ്ഞല്ലോ. പക്ഷെ ഇവിടെ എങ്ങനെയുള്ളത്, ആശയപരമായിട്ടും മറ്റുമൊക്കെ മർബൂത്ത്, റബ്ത്ത്, മുസൽസൽ, കണക്ഷൻ ഉണ്ടാകും, ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. സാധാരണ നസ്മിനെ പോലെ തന്നെ വിഷയങ്ങൾ എന്ത് ചെയ്യും, ആ ഫസ്റ്റ് ലൈൻ ലാസ്റ്റ് ലൈൻ ഏതാവട്ടെ ഒക്കെ ആ ഒരു ഇതുമായിട്ട് എന്തുണ്ടാവും, ആശയപരമായിട്ടുള്ള ഒരു പരസ്പരം ബന്ധം ഉണ്ടായിരിക്കും. और अपने मौजू के लिहाज से हर कसीदे का कोई ना कोई उन्वान भी होता है. അപ്പം മറ്റൊന്ന്, ഗസലിന് നമ്മളൊരു ടോപ്പിക് കൊടുക്കാൻ പറ്റൂല. ഇന്ന വിഷയത്തിൽ ഗസൽ എഴുതാന്ന് ആരും പറയാറില്ല. ഗസലിന്റെ ഹെഡിങ് ഉണ്ടാവുക എപ്പോഴും എന്താണ്, ഗസൽ എന്ന് മാത്രമാണ്. അപ്പൊ അതുപോലെ തന്നെ അത് പക്ഷെ ഗസൽ അതുപോലെ അല്ല ഉണ്ടാവുക, ഖസീദ അതുപോലെ അല്ല ഉണ്ടാവുക. ഖസീദക്ക് എന്തുണ്ടാകും, ഒരു ടോപ്പിക് കൊടുത്തിരിക്കും, ഇന്ന ആളെ കുറിച്ചുകൊണ്ട് ഖസീദ എഴുതുക എന്നുള്ളത്. അപ്പൊ അതാണ് പറയുന്നത്, अपने मौजू के लिहाज से हर कसीदे का कोई ना कोई उन्वान भी होता है. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരിക്കും അതിന്. ഇനി അടുത്ത പറയുന്നത്, ഖസീദ ചാർ അജ്സായ തർക്കീബി पर मुश्तमिल है. ഖസീദയിൽ എന്തുണ്ടായിരിക്കും സാധാരണഗതിയിൽ, ചാർ അജ്സായ തർക്കീബി, അജ്സായ, അതിന് 4 അജ്സായ തർക്കീബാണ് പാർട്സ്, അതിന് 4 എസൻഷ്യൽ കമ്പോണൻസ് ഉണ്ടായിരിക്കാറുണ്ട്. പഹലെ ഹിസ്സേക്കോ തശ്ബീബ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഭാഗമാണെന്ത്, തശ്ബീബ്. തശ്ബീബ് എന്ന് പറയുമ്പോൾ ആ വാക്ക് തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ്, ഷബാബ്. ഷബാബ് എന്ന് പറഞ്ഞാൽ യുവത്വം, പ്രസരിപ്പിക്കുക എന്നൊക്കെ അതിന്റെ അർത്ഥം. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശദീകരണം പിന്നീട് വരുന്നുണ്ട്. ദൂസര ഹിസ ഗുരേസ്. ഗുരേസ് ആണ് ചെറിയൊരു ചെരിച്ചിൽ, ഒരു അടുത്തിലേക്കുള്ള ഒരു വരവ് എന്നുള്ളതാണ്. തീസര മദ്ഹ്. മദ്ഹ് നമ്മൾ പറഞ്ഞ ഒരാളെ കുറിച്ച് വന്നാണ് പുകഴ്ത്തലാണ് അല്ലെങ്കിൽ ഇകഴ്ത്തലാണ്, അല്ലെ പുകഴ്ത്തലാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓർ ചൗഥ ദുആ യാ മുദ്ദ. നാലാമതാണ് ദുആ, പ്രാർത്ഥന അല്ലെങ്കിൽ ആവശ്യപ്പെടൽ, കഹാ ജാതാ ഹൈ. അപ്പോ ഖസീദെ के 4 अहम अज्जा तरकीबी है, തശ്ബീബ്, ഗുരേസ്, മദ്ഹ്, ദുആ യാ മുദ്ദ എന്നുള്ളത്. അപ്പൊ ഇനി അടുത്ത് നോക്കാം, ഈ ഒരു തശ്ബീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന്. तशबीब में शायर अपनी फनी खसूसियात, मनाज़र फितरत की तस्वीर कशी और अपनी शायरी की तारीफ या किसी तारीखी वाक़यात का जिक्र या फिर कोई अखलाकी और फ़लसफ़ियाना नुकात बयान किया जाता है.
അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ തഷ്ബീബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഖസീദയിലെ ആദ്യ ഭാഗങ്ങളെയാണ് എന്ത് പറയാ തഷ്ബീബ് എന്ന് പറയാ. അപ്പൊ ജിസ്മേ ഷായർ എന്ത് ചെയ്യുന്നു അപ്പിനി ഫന്നി മഹാറത്ത്, അതിന്റെ ഒരു ഖസീദയുടെ ഒരു തുടക്കല്ലേ, അപ്പൊ അയാൾ എന്ത് ചെയ്യും, അയാളുടെ പരമാവധി കഴിവെടുത്തുകൊണ്ട് അവിടെ കാണിക്കും അല്ലേ. അപ്പൊ ഈ ഫന്നി മഹാർ തന്റെ ആ ആർട്ടിലുള്ള സ്കില്ലുകള് കഴിവുകള് മനാസുറെ ഫിദ്രകി തസ്വീർ കഷി ആദ്യം തന്നെ വിഷയത്തിലേക്ക് പോലല്ലോ. അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്യും, ആ പരിസര പ്രദേശങ്ങളെ കുറിച്ചുണ്ട്, അവിടെയുള്ള നാച്ചുറൽ ബ്യൂട്ടീസ് മനാസുറ ഫിദ്രകി തസ്വീർ കഷി അതിന്റെ നല്ലൊരു വർണ്ണന ചിത്രീകരണം. ഓർ അപ്പന് ഷായരിക്ക് താരീഫ് അതുപോലെ തന്നെ എന്തിന് അപ്പന് ഷായി ഇൻഡസ്ട്രി ഞാൻ ഇത്രയും ആ ഒരു എന്നുള്ളതുണ്ടല്ലോ എന്ന് വെച്ചാൽ അവനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് കവിത്വം ഞാൻ എങ്ങനെയാണ് എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അപ്പന് ഷായരിക്ക് താരീഫ് അല്ലെങ്കിലോ കിസി താരിഖി വാഖയാത്ത് കാ സിക്ർ അല്ലെങ്കിൽ എന്ത് ചെയ്യും ചരിത്രപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുടെ പരാമർശങ്ങൾ താരിഖി വാഖയാത്ത് കാ സിക്ർ യാ ഫിർ കോയി അഖ്ലാഖി അല്ലെങ്കിൽ എന്തെങ്കിലും മോറൽ ആയിട്ടുള്ള മൊറാലിറ്റി ധാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും വിഷയ പരാമർശങ്ങൾ യാ ഫൽസഫിയാന നുക്കാത്ത് ബയാൻ കർത്താ ഹൈ അല്ലെങ്കിൽ ഇതിൽ ഫിലോസഫിക് ആയിട്ടുള്ള വിഷയങ്ങൾ ബയാൻ ചെയ്യാ ചാത്ത. അപ്പൊ ഇങ്ങനെയുള്ള നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതാണ് എന്ത് തഷ്ബീബ് എന്ന് പറയുന്നത്. തഷ്ബീബ് ഖൂബ്സൂറത്ത് ഓർ ദിൽകഷ് ഹോന ചാഹിയെ. ഇൻട്രൊഡക്ഷൻ ആണല്ലോ, അപ്പൊ അതെങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാവണം, ഖൂബ്സൂറത്ത് മനോഹരായിരിക്കണം, അവർ തന്നെ ദിൽകഷ് ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്, കഷ് എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ. അപ്പൊ ദിൽകഷ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ അട്രാക്ട് ചെയ്യുന്നതായിരിക്കണം. താക്കി എന്തിനാണ് ഇതൊക്കെ മംദൂ പൂരി തര ഉസ് തറഫ് മുതവജ്ജഹ ഹോ ജായേ. മംദൂഹ് എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ച് കൊണ്ടാണ് നമ്മൾ മദ്ഹ് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തി ഒരു രാജാവിനെ കുറിച്ച് മദ്ഹ് പറയുകയാണെങ്കിൽ അയാള് ആ രാജാവ് എന്ത് ചെയ്യണം പൂരി തരാസ് ഉസ് തറഫ് മുതവജ്ജഹ ഹോ ജായേ, ഇത് ഇങ്ങനെ കേട്ട് നിൽക്കണം. और बाद के अशार के लिए एक खुशगवार फिजा पैदा कर सके. അതുപോലെ പിന്നീട് ശേഷം ഈ ഒരു തഷ്ബീഹിന് ശേഷം വരാൻ പോകുന്ന അഷാറുകൾ എന്ത് ചെയ്യണം, അത് കേൾക്കാൻ ആളുകളെ ഇമ്പമാർന്നതാക്കി മാറ്റണമെങ്കിൽ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം തഷ്ബീഹും ഉപയോഗിക്കുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഞാൻ എന്തൊക്കെ വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കൂലേ, ആ ഒരു ആക്ടിവിറ്റിയാണ് എന്ത് തഷ്ബീഹ് എന്ന് പറയുന്നത്. ഓ അത് തുടക്കം നന്നായിരിക്കും ഒടുക്കം മോശം എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ തുടക്കം നന്നാക്കലാണ് എന്ത് തഷ്ബീബിന്റെ ജോലി. അപ്പൊ അങ്ങനെ ഖുഷ് ഗവാർ ഒരു നല്ല ഒരു ഫിസ ഒരു മാഹോൽ പൈദാ കർ സക്കെ. തഷ്ബീബിന് ശേഷം പിന്നെ എന്താണ് വരുന്നത്, തഷ്ബീബ് നല്ല ഇൻട്രൊഡക്ഷൻ കൊടുക്കില്ലേ, പിന്നെ നമ്മൾ നല്ല വിഷയത്തിലേക്ക് വരികയാണ്. ഖസീദ നിഗാർ തഷ്ബീബ് കെ ബാദ് ഖസീദ നിഗാർ. ഖസീദ നിഗാർ എന്ന ഖസീദ ലിഖ്നെ വാല, അപ്പൊ ഖസീദ ഗോ എന്നും പറയാം. ഖസീദ നിഗാർ നഫ്സ് മത്ലബ് കെ തറഫ് ആശയത്തിലേക്ക് ആനയ്ക്കേരിയെ ഒറ്റയടിക്കൽ ചാടാൻ പറ്റുമല്ലോ, അപ്പൊ അതിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഗുരേസ് സെ കാം ലിയാ ജാതാ ഹൈ. അപ്പൊ നമ്മൾ പറയാം ഖസീദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജുസാണ് എന്ത് മദ്ഹ് അഥവാ പുകഴ്ത്തി പറയുന്നത് അല്ലേ. ഡയറക്റ്റ് പുകഴ്ത്തി പറയാൻ പറ്റുമോ, ആദ്യം അവിടെയുള്ള നാച്ചുറൽ സീനറി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും, പിന്നെ മെല്ലെ 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 കൂടെ പോരൂലേ, ആ മെല്ലെ മെല്ലെ പോരുന്ന അതിന് പറഞ്ഞു വരുന്നത് ഗുരേസ് എന്നുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞത് തഷ്ബീബ് കെ ബാദ് തഷ്ബീബ് ആവുന്നതിന് ശേഷം ഖസീദ നിഗാർ നഫ്സ് മത്ലബ് കി തറഫ് यानी मदह की तरफ आने के लिए गुरेज से काम लिया जाता है लेता है. ये हिस्सा मुख्तसर होता है, കുറച്ച് ലൈൻസ് ഉണ്ടാവുള്ളൂ. ഷായർ ഏക് മസ്മൂൻ കോ ബയാൻ करते करते अपनी फनकाराना महारत से अपनी मतलब की तरफ लाते हैं. അയാളുടെ ഒരു കഴിവ് അതിനുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഈ കഴിവ് ഈ സ്കില്ലുകള് അതിന്റെ എന്ത് ചെയ്യും അപ്പനെ മത്രക്ക് തറഫ് ഇല്ലാത്ത ആ കഴിവിലൂടെ ഇയാൾ മെല്ലെ മെല്ലെ ഇയാളുടെ ഒരു ആശയത്തിലേക്ക് ഈ ഒരു ഇയാളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് മദ്ഹ് എന്നുള്ളത് അതിലേക്ക് വരുന്നു. यानी ममदूह की तरफ ममदूह की तारीफ का आगाज बड़ी होशियारी से करता है. यानी ആരെ കുറിച്ചുകൊണ്ടാണോ ഈ മദ്ഹ് പറയുന്നത് അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇയാൾക്ക് ചെയ്യാന്, അല്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് തോന്നുന്നു അയാളെ പൊളിമ കയറ്റിയതാണെന്നല്ലേ, അങ്ങനെ ആവരുത്. അപ്പൊ എന്ത് ചെയ്യണം ബഡി ഹോഷിയാരിക്ക് സാധു, ഹോഷിയാർ എന്ന് പറഞ്ഞാല് വളരെ കെയർഫുള്ളി കർത്തേ ഹൈ. ഉസ്കെ ബാദ് होशियारी से करता है. തഷ്ബീബ് ഓർ ഗുരേസ് മിൽക്കർ മദ്ഹ് കെ ലിയെ പസ് മൻസർ തയ്യാർ करते हैं. അപ്പൊ അങ്ങനെ തഷ്ബീബ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ആണെന്നുള്ളത്, അതിനുശേഷം പിന്നെ ഗുരേസ് വന്നു,
उसके बाद मदह के लिए അതിനുശേഷം എന്ത് ചെയ്യുന്നു മദഹ് के लिए പസ് മൻസർ പസ് മൻസർ എന്ന് പറയുന്നത് പസ് മൻസർ എന്ന് പറയുന്നത് അതിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കി കഴിഞ്ഞപ്പോ एक पस मंजर तैयार करते हैं कसीदे का मदहिया हिस्सा निहायत पुरशुकूह अट्रैक्शन पुरशुकूह എന്ന് പറഞ്ഞാൽ വളരെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും और मुबालगा आमेज तारीफ पर मुश्तमिल होती है അപ്പോ കസീദയുടെ ആ ഒരു മദ്ഹിയ ഹിസ്സ എന്നുള്ള തേർഡ് ആയിട്ട് വരുന്ന പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതിന് വളരെ അട്രാക്റ്റീവ് ആയിട്ട് പിന്നെ മുബാലിഗ ആമേസ് ബലാഗത്ത് ഫസാഹത്ത് കെ സാത്ത് ബലാഗത്ത് എന്താ അതൊരു ഉള്ളതിനെ ജൂട്ട് മുബാലിഗ എന്ന് പറയില്ലേ അപ്പൊ അതെന്ന് വെച്ചാല് കുറച്ച് പെരുപ്പിച്ച് പറയല് വളരെ മനോഹരമാക്കി പറയല് അപ്പോ അങ്ങനെ മുബാലിഗ ഉസ്കെ സാത്ത് സാത്ത് वो मुबालगों को भी शामिल कर देते हैं നിർബന്ധമില്ല ജൂട്ടും ബാലയും ഉണ്ടായിരിക്കണം എന്നെടുക്കും പക്ഷെ ഒരു വ്യക്തിയെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും മുബാലക വരാറുണ്ട് ഉദാഹരണമായിട്ട് ഒരു MLA ഒരു മന്ത്രിയെ ഇരുത്തിക്കൊണ്ട് അയാളെ കുറിച്ചുള്ള മുഖസ്തുതി പറയില്ലേ അതിന് തീർച്ചയായിട്ടും മുബാലക ഉണ്ടാവില്ലേ ഇതൊരു കസീദയല്ലേ ആ കസീദ എന്നുള്ളത് അവിടെ നസറിലാണെന്ന് മാത്രം ഒരു കാവ്യരൂപത്തിൽ എഴുതുകയാണെന്ന് കസീദയായി മാറി അപ്പോ पुरुष को और मुबालगा आमेज तारीफ पर मुश्तमिल होती है उसके बाद गरज से मतलब और दुआ पेश किया जाता है അതിനുശേഷമാണ് ഇയാളുടെ മത്ലബ് എന്താണോ ഇയാൾ ഉദ്ദേശിച്ചത് वो पेश किया അല്ലെങ്കിൽ ദുആ पेश किया जाता है ഇപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് കൊണ്ട് പുകഴ്ത്തി പറയുമ്പോൾ എന്തെങ്കിലും കാര്യം കിട്ടാനായിരിക്കുമല്ലോ ഒരു മന്ത്രിയെ ഇരുത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന അത്ര ഫണ്ടുകൾ തരണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അപ്പോ ഇസി തര അല്ലപ്പോ ഒരു മഹാനായ ഒരു വ്യക്തിയെ കുറിച്ച് കൊണ്ടാണ് ഒരു ഹസൻ ബുസൂരി അവരെ കുറിച്ച് കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു ഷെയ്ഖ് ജീലാനി അവരെ കുറിച്ചുകൊണ്ടോ ഒക്കെ ഒരു കസീദ എഴുതാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഉദ്ദേശം ഉണ്ടാവുക ദുആ എന്ന് വെച്ചാൽ അവർ മരിച്ചുപോയ ആൾക്കാരല്ലേ അവരെന്ത് പെട്ടെന്ന് കൈ കിട്ടാനുണ്ടോ ഇവർക്ക് ബഹുമതി കൊടുക്കാനുണ്ടോ അപ്പൊ അതൊന്നുമില്ല അപ്പൊ അവിടെ ഉദ്ദേശം എന്താണ് ദുആ എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു കസീദ കാരണമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യട്ടെ സ്വർഗത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം പടച്ചവൻ നല്ല പ്രതിഫലം നൽകട്ടെ ഉന്നത സ്ഥാനങ്ങൾ നൽകട്ടെ അങ്ങനെയുള്ള മഹാന്മാരുടെ സാമീപ്യവും കരസ്ഥമാവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ എന്ത് ചെയ്യുക അപ്പൊ അതും എന്താണ് ഒരു ദുആ പേഷ് കിയാ ജാതാ ഹൈ ഈ കസീദയുടെ ആഖിരി ഹിസ്സ ഹോതാ ഹൈ ഇത് കസീദയുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഹിസ്സയാണ് എന്ത് ദുആ അല്ലെങ്കിൽ മുദ്ദഅ എന്നുള്ളത് जिसमें शायर अपने जाती अगराज और हालात का बयान करते हैं അപ്പൊ ഇതില് കവി അയാളുടെ ജാതി അഗറാസ് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യം അതുപോലെ തന്നെ ഹാലാത്ത് ആ അവസ്ഥ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നു അല്ലെ ചുനാഞ്ചെ ഷായർ കാ മഖ്സദ് സില വ ഇക്റാം കാ ഹുസൂൽ ബി ഹോ ജായേ എന്തിനു വേണ്ടി പറഞ്ഞത് അതിലൂടെ കവിക്ക് എന്ത് കിട്ടണം ഷായർ കാ മഖ്സദ് കവിയുടെ കാര്യം നടക്കണം സില വ ഇക്റാം ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ രാജാക്കന്മാരെ കുറിച്ചുകൊണ്ടും ആളുകളെ കുറിച്ചുകൊണ്ടൊക്കെ എഴുതി പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത് നോക്കാം ഖുദാ കി താരീഫ് മേ കഹി ജാനെ വാലി നസ്മ കോ ഹംദ് കഹത്തെ അതുപോലെ മറ്റൊന്നാണ് എന്ത് പടച്ചവനെ കുറിച്ചുകൊണ്ടുള്ള പ്രശംസ അതിനാണ് എന്ത് പറയാ ഹംദ് പറയാം നമ്മള് ഹംദും സനാവും എന്നൊക്കെ പറയില്ലേ അപ്പൊ ആ ഹംദ് എന്നുള്ളത് എന്താണ് ഖുദാ കി താരീഫ് പേഷ് കി ജാനെ വാലി നസ്മ കോ കഹത്തെ ഹെ ഇനി അടുത്തതാണ് എന്ത് ജബ്കി പൈഗംബർ ഇസ്ലാം ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കി മദ്ഹ് താരീഫ് മേ നബിയെ കുറിച്ച് കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് പറയുന്നതിന്റെ പേരാണ് എന്ത് जो नस्म पेश की जाती है उसको नात कहते हैं हम लोग को പറയാറുണ്ടല്ലോ नात എന്ന് അറിയില്ല नात शरीफ എന്ന് അറിയില്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം की तारीफ में कही जाने वाली नज्म है ओके शुक्रिया